സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ഒരു പുതിയ കവിതയാണ് ഞാൻ ചൊല്ലുന്നത്. നിങ്ങൾ കേൾക്കുക, ആസ്വദിക്കുക, അഭിപ്രായം പറയുക. ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കവിതയാണ്. എങ്ങനെയുണ്ടെന്ന് കേട്ടു നോക്കുക. ഇന്നെനിക്കുണ്ടൊരു കടലാസുരേഖ, എന്നെ ഞാനാക്കിയ എൻ്റെ വോട്ടുരേഖ. അതുമായി ഞാനിന്ന് പോകും, എൻ്റെ വോട്ടു ചെയ്യാനായി പോകും. ആർക്കായി ഞാൻ എൻ്റെ വോട്ടു ചെയ്യും? ആരായിരിക്കുമെൻ സ്ഥാനാർത്ഥി? ആർക്കാണെൻ്റെ സമ്മതിദാനം? എല്ലാം ഇന്നെനിക്കുറപ്പിക്കണം. ഒത്തിരി ഒത്തിരി നാളുകളിൽ എന്നെ തിരഞ്ഞ് വന്നവരിൽ സ്ഥാനാർത്ഥിയും പിന്നെ കൂട്ടാളിയും എല്ലാം ഇന്നെൻ മനസ്സിലുണ്ട്. പലരും പല പല വാഗ്ദാനങ്ങൾ, പലവരും പലവിധ വികസനങ്ങൾ, എല്ലാം എഴുതിയ കടലാസ് തുണ്ടുകൾ ഇന്നെൻ്റെ കൈകളിൽ ഭദ്രമാണ്. എല്ലാത്തിലും ഞാൻ പരതി നോക്കി, എല്ലാ കടലാസും തിരഞ്ഞു നോക്കി. ഒന്നിലും കണ്ടില്ല, ഒന്നിലും കേട്ടില്ല എൻ്റെ ജീവിതാശ്വാസത്തിൻ ഒരു വരിയും. കാലവർഷത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ എൻ്റെ മേൽക്കൂരയില്ലാത്ത കുടിലിനുള്ളിൽ ഇതുവരെ പുകയാത്ത അടുപ്പിൽ വീഴാതിരിക്കാൻ തടയായി ഒന്നും കണ്ടില്ല ഞാൻ. രാവിലെ എനിക്ക് കഴിക്കുവാനോ രാവേറിയാൽ എനിക്കു ഭക്ഷിക്കാനോ ഒന്നുമില്ലാത്തൻ ധാന്യപ്പുരയിൽ അവസ്ഥ മാറാൻ ഒരു വരിയും ഞാൻ കണ്ടില്ല. നാണം മറയ്ക്കാൻ നാണിച്ചിരുന്നൊരാ വാതിലിൻ മറവിൽ നിന്നു ഞാൻ ഈ ശീലുകളെല്ലാം വായിച്ചിട്ടും അതിലും ഒരു മറുപടി കണ്ടില്ല ഞാൻ. ആകെ എനിക്ക് കാണാനായത് കൈപ്പത്തി, അരിവാള്, താമരയും കോണിയും ആണിയും അങ്ങനെ ചില ബന്ധങ്ങളില്ലാത്ത അടയാളങ്ങൾ മാത്രം. ഇതിൽ എൻ്റെ വിധിയുടെ അടയാളമെവിടെ? എൻ്റെ വാസസ്ഥലത്തിൻ വരകുറിയെവിടെ? എൻ്റെ നാണം മറയ്ക്കാൻ ശീലമെവിടെ? ഒന്നിനും ഒരു പരിഹാരവും കണ്ടില്ല ഞാൻ. എങ്കിലും എല്ലാം മടക്കി വായിലിട്ട് ഞാൻ കുറച്ച് മഴവെള്ളവും ഊറ്റിക്കുടിച്ചിട്ട് രാവിലെ തന്നെ പോകും എൻ്റെ രാജാധികാരം പെട്ടിയിലാക്കാൻ. ഞാൻ രാവിലെ തന്നെ പോകും എൻ്റെ രാജാധികാരം പെട്ടിയിലാക്കാൻ. ഇതാണ് കവിത. അപ്പോൾ ഇലക്ഷനാണ് വരുന്നത്. എല്ലാ കൂട്ടുകാരും രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യുക. ഒരു കാരണവശാലും നമ്മുടെ രാജാധികാരം വിനിയോഗിക്കാതിരിക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.